ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ആഗോലി ഫിഷ് കറി, കൂടെ മാങ്ങയും കാഷ്യൂനട്ടും ചേർത്തത്. 1 കിലോ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടുന്ന സാധനങ്ങളായ ഒരു 200 ഗ്രാം തേങ്ങ, കാഷ്യൂനട്ട് വെള്ളത്തിലിട്ടത്, മാംഗോ, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഫിഷ് കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. നമ്മൾ മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് കൊടുക്കാം. ഒന്നര സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരഞ്ഞാൽ മതി. ഒത്തിരി അങ്ങ് അരയുകയും വേണ്ട, എന്നാൽ ഒരു മീഡിയം ലെവലിൽ അരഞ്ഞാൽ മാത്രം മതി. ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, മാങ്ങ, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ അരച്ചത്, ജാറ് കഴുകിയ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മീൻ ചേർക്കുന്നതിന് മുന്നേ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. അരപ്പിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളം നമുക്ക് ഫിഷിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം മതി. കൂടുതൽ വെള്ളം ആകാൻ പാടില്ല. ഫിഷ് കറി നമ്മൾ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഫിഷ് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുതിച്ച് വെച്ച കാഷ്യൂനട്ട് ഒന്ന് അരച്ചെടുക്കാം. കാഷ്യൂനട്ട് നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഫിഷ് കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഫിഷ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഫിഷ് കറി ഒന്ന് തുറന്നു നോക്കാം. ഫിഷ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ നമുക്ക് കുറച്ച് വെക്കാം. ഇനിയും ഇളക്കുമ്പോൾ സൂക്ഷിക്കുക, മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഫിഷ് കറിയിലേക്ക് അരച്ച് വെച്ച കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഫിഷ് കറി തുറന്നു നോക്കി ചെക്ക് ചെയ്യാം.
നമ്മുടെ ഫിഷ് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്ന് ഉപ്പൊക്കെ നോക്കാം, ടേസ്റ്റൊക്കെ നോക്കി. ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഫിഷ് കറിയിലേക്ക് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഫിഷ് കറി തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റും ചെയ്യുക. നമ്മുടെ ഫിഷ് കറി മാംഗോ ചേർത്ത് കാഷ്യൂനട്ടും ചേർത്ത് ഫിഷ് കറി റെഡി. താങ്ക് യു.